Boche Gold and Diamonds. Buy now, pay later. ദളിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെ പിന്തുണയ്ക്കും. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തില് NDA സ്ഥാനാർത്ഥി ശ്രീ ശോഭ സുരേന്ദ്രനെ ദളിത് ഫ്രണ്ട് DFI പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഈ ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെയേറെ മതിപ്പുള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് മറ്റുള്ളവരെ മതിപ്പില്ല എന്നല്ല, ശോഭ സുരേന്ദ്രനെ നാളുകളായി ദളിത് ഫ്രണ്ട് എന്ന് പറഞ്ഞ DFI എന്ന് പറയുന്ന സംഘടനയ്ക്ക്, കാരണം അവർ ഒത്തിരി സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായി സംഘടനയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരത് വിളിച്ചു പറയുകയും, അതായത് ഞങ്ങൾക്ക് വലുതെന്ന് തോന്നുന്നു, അവർക്ക് നിസ്സാരം എന്ന് പറയുന്ന കാര്യമാണെങ്കിൽ പോലും തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവരൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഞങ്ങൾ നോക്കിയിട്ട് ശോഭ സുരേന്ദ്രനായിരുന്നു. ആ ശോഭ സുരേന്ദ്രനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ 127 പേരാണ് കമ്മിറ്റിക്കകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത്. അങ്ങനെയുള്ള ഒരാൾക്കാരെ ഈ നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുക്കുകയാണ്. അവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശോഭ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ശോഭ സുരേന്ദ്രൻ വിജയിക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ആവശ്യമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലുള്ള ബഹുമാന്യരായ സംവിധായകരായിരിക്കുന്ന എല്ലാ വ്യക്തികളും ശോഭ സുരേന്ദ്രൻ വിജയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളെ കൂടെ കൂട്ടി ഞങ്ങളും ഇവിടുത്തെ ജനങ്ങളെ, അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾ ശോഭ സുരേന്ദ്രൻ വിജയിപ്പിക്കാൻ വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്കൊരു പിന്തുണയായി ഞങ്ങൾ പുറകിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ സമ്മേളനം നിങ്ങളുടെ മുമ്പിൽ. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾക്കൊഴികെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്ന് DFI പ്രസിഡന്റ് IK ബാബു പറഞ്ഞു. സംഘടനയെ സഹായിക്കുകയും വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്ത വ്യക്തിയായതുകൊണ്ടാണ് ശോഭ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നതെന്നും IK ബാബു പറഞ്ഞു. ഗോപി ഓട്ടയ്ക്കൽ, സോമൻ വെള്ളിയാമ്പള്ളിയിൽ, മുരുകൻ പറമ്പിക്കുളം തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.